പഴുത്ത ഏത്തപ്പഴം കൊണ്ടുള്ള കുറുകിയ മോരുകറിയാണ് ഇന്നത്തെ റെസിപ്പി. അതിന് പഴുത്ത ഒരു ഏത്തപ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് വയ്ക്കാം. അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ ആവശ്യമുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 1-2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കടുക്. ഇത്രയും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ള തൈര് കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് കടുകും ചേർത്ത് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച ഏത്തപ്പഴത്തോടൊപ്പം 1-2 പച്ചമുളകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി 1-2 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളം വറ്റി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ പഞ്ചസാര ചേർക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇനി 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തിളയ്ക്കുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ 1/2 കപ്പ് തൈര് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം അതുകൂടി ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ 1 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, മധുരം ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിച്ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു നുള്ള് ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി മോരുകറിയിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മോരുകറി റെഡിയായി കഴിഞ്ഞു. ഒത്തിരി പേരുടെ പ്രിയപ്പെട്ട പുളിശ്ശേരികളിലൊന്നാണ് ഏത്തപ്പഴം കൊണ്ടുള്ള ഈ പുളിശ്ശേരി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.